അങ്ങനെ ഉണ്ണിക്കുട്ടൻ ജർമ്മനിക്ക് പോയി കേട്ടോ. അമ്മ, ഞാൻ, ഉണ്ണി, അമ്മൂമ്മ, പിന്നെ നമ്മുടെ ഒറിയോ, അങ്ങനെ ഒരു കുഞ്ഞു ഫാമിലിയാണ് നമ്മളുടേത്. പക്ഷേ ആദ്യമായിട്ടാണ് നമ്മുടെ ഫാമിലിയിൽ നിന്നും ഒരാൾ ഇത്രയും ലോങ് ഡിസ്റ്റൻസിലോട്ട് പോകുന്നത്. അതിൻ്റെ വിഷമം സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ. എയർപോർട്ടിൽ എത്താറായപ്പോഴത്തേക്കും അമ്മ അതാ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ട് മകൻ ഇത്രയും ദൂരത്തേക്ക് ജോലി ചെയ്യാൻ പോകുന്നതിൻ്റെ വിഷമവും സന്തോഷവും ഒക്കെ കൂടി ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. കാരണം അവന് ജോലി വേണം, അവൻ്റെ ഫാമിലി വേണം, ഇനി അവനൊരു പ്രത്യേക ലൈഫ് തന്നെയാണ്. എന്തായാലും എൻ്റെ അനിയനെ കൊണ്ടുവിടാൻ ഞങ്ങൾ പോയി. പക്ഷേങ്കിൽ എനിക്ക് അവന് കയറി പോകുന്നത് കാണാൻ പറ്റിയില്ല. അതിന് മുമ്പ് എനിക്ക് ലൊക്കേഷനിൽ എത്തണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബൈ ബൈ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. കരയാനൊന്നും നിന്നില്ല, കാരണം അതും കൂടെ ആയ അതും കൂടുതൽ വിഷമമാവും. പക്ഷേ അവൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് അവൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. വളരെ ജെനുവിൻ ആയിട്ടുള്ള വർഷങ്ങൾ കൊണ്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഈ ഒരു സർക്കുലർ എന്ന് പറയുന്നത്. അങ്ങനെ അവരും ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മളുടെ കൂടെ കൊച്ചി വരെ. എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ട് അവനെ കയറ്റി വിട്ടു കേട്ടോ. പിറ്റേ ദിവസം രാവിലെ അവിടെ എത്തി. അവൻ വളരെ ഹാപ്പിയാണ് എന്നുള്ള മെസ്സേജ് വന്നപ്പോൾ ഞങ്ങളും ഡബിൾ ഹാപ്പി. ഇതെല്ലാം നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ.